നമസ്കാരം. നമ്മുടെ പൊതുഗതാഗതം കുറേ വർഷങ്ങളായി കൈകാര്യം ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും സ്വകാര്യ ബസ്സുകളുമാണ്. സ്വകാര്യ ബസ്സുകളിലൊക്കെ തന്നെ ഇപ്പം കെ.എസ്.ആർ.ടി.സിയിൽ ഉൾപ്പെടെ ഒരേ സമയം 2 ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും. കെ.എസ്.ആർ.ടി.സി സംബന്ധിച്ച് പറഞ്ഞാൽ കെ.എസ്.ആർ.ടി.സിയിലെ ഡ്രൈവറും കണ്ടക്ടറും മെക്കാനിക്കും അല്ലാതെ മറ്റാരും ജോലി ചെയ്യാതെ ശമ്പളം മേടിക്കുന്നതാണ്. സ്വകാര്യ ബസ്സുകളിലും 2 ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ഈ ജീവനക്കാരെ കിട്ടാനുള്ള ക്ഷാമമാണ് ഇന്ന് സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. സ്വകാര്യ ബസ്സിലെ തൊഴിലാളികളെയും മറ്റ് കോൺട്രാക്ട് കാരിയിലെ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള കോൺട്രാക്ട് കാരിയിലെ തൊഴിലാളികൾക്കും വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടിരിക്കുന്ന സ്ഥാപനമാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. കേരളത്തിലെ 14 ജില്ലകളിലും അനുജില്ലാ ഓഫീസുകളും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുമുണ്ട്. 139 സ്ഥിരം ജീവനക്കാരും ഏകദേശം 50-ൽ താഴെ താൽക്കാലിക ജീവനക്കാരുമാണ് ഉള്ളത്. താൽക്കാലിക ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഭരണം മാറുന്നതനുസരിച്ച് ആ ഭരിക്കുന്ന പാർട്ടിയുടെ നോമിനിയായിട്ട് കുറേ പേര്, 1-2 പേര് എല്ലാ ഓഫീസിലും ഉണ്ടാവും. 3 പേരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓഫീസിൻ്റെ പ്രവർത്തനം കണ്ടാൽ 2 പേരെ കൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു ഓഫീസാണ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന ഒരാളും ഒരു ചെറിയ പെട്ടിവണ്ടി ഓടിക്കുന്ന ഒരാളും അല്ലെങ്കിൽ ചെറിയൊരു കോൺട്രാക്ട് കാരിയെ കൊണ്ട് നടക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഡ്രൈവർ തന്നെയായിരിക്കും ഉടമ. അതുകൊണ്ട് ഉടമ വിഹിതവും തൊഴിലാളി വിഹിതവും അയാളാണ് അടയ്ക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2 ജീവനക്കാരാണ് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലുള്ളത്. പക്ഷേ 3 ജീവനക്കാരുടെ ക്ഷേമനിധി ഉടമ അടയ്ക്കണം. ഉടമ വിഹിതം എന്നാണ് അതിനറിയപ്പെടുന്നത്. 2006 32,000 പ്രൈവറ്റ് ബസ്സാണ് കേരളത്തിലെ നിരത്തിലുണ്ടായിരുന്നത്. അത് 2024 ആകുമ്പോൾ 7,200 കുറഞ്ഞു. ഏകദേശം 25,000 ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു. ഈ 2006 4 ജീവനക്കാർ ബസ്സിലുണ്ടായിരുന്നു. ചില ബസ്സിൽ 3 ജീവനക്കാരും ഉണ്ടായിരുന്നു. ഈ 25,000 ബസ്സുകൾ നിരത്തിൽ നിന്ന് പോയപ്പോൾ പരോക്ഷമായിട്ടോ നേരിട്ടോ അല്ലാതെയോ ഏകദേശം 1.5 ലക്ഷം ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിനെപ്പറ്റി സമരം ചെയ്യുവാൻ അവർ ഭാരത തൊഴിലാളികളൊന്നും അല്ലാത്തതുകൊണ്ട് ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അത്രയും ബസ്സുകൾ എടുത്ത് കോടിക്കണക്കിന് രൂപ കടത്തിലായ എത്രയോ ഉടമകൾ ആത്മഹത്യ ചെയ്തവരുണ്ട്, കടം കൊണ്ട് അങ്ങേയറ്റം പൊറുതിമുട്ടിയവരുണ്ട്, പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ 25,000 ബസ്സുകൾ നിരത്തിൽ നിന്ന് പോയത് എന്തുകൊണ്ടാണെന്ന് ഇന്നുവരെ സർക്കാർ പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു 7,200 ബസ്സിൽ 7,000 ബസ്സിലെ തൊഴിലാളികൾ പോലും ക്ഷേമനിധിയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ഈ കേരളത്തിൽ അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ ഓടുന്ന സ്വകാര്യ ബസ്സുകളിൽ 99% ബസ്സുകളിലെ ജീവനക്കാരും ക്ഷേമനിധിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. പക്ഷേ ഉടമയുടെ വിഹിതം അടച്ചേ പറ്റും. എന്നാൽ ഉടമയുടെ വിഹിതം തൊഴിലാളിയുടെ പേരിൽ അടയ്ക്കുമ്പം സർക്കാർ എന്തെങ്കിലും അതിലേക്ക് കൊടുക്കുന്നുണ്ടോ? നയാ പൈസ കൊടുക്കുന്നില്ല. എല്ലാ ക്ഷേമനിധികളിലും സർക്കാർ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗം ചേരുന്ന ആൾ പൈസ അടയ്ക്കാറുണ്ട്. അതിനൊരു വിഹിതം സർക്കാരും അടയ്ക്കുന്നുണ്ട്. ഇവിടെ അങ്ങനൊരു പരിപാടിയില്ല. ഇവിടെ എല്ലാം ഉടമയാണ് ചെയ്യേണ്ടത്. ബസ് എടുത്തു എന്നുള്ളൊരു കാരണം കൊണ്ട് ഉടമയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ ബസ് ഉടമയ്ക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ എന്ന് വെച്ചാൽ അതില്ല. അയാൾക്ക് ആകെയുള്ള അവകാശം ഭാര്യയുടെ പേരോ മോൻ്റെ പേരോ മോളുടെ പേരോ വീട്ടുപേരോ നാട്ടുപേരോ എന്തെങ്കിലും പേരെഴുതി വെക്കാനുള്ള അവകാശം മാത്രമേ അയാൾക്കുള്ളൂ. വേറൊരു അവകാശവും അയാളെ സംബന്ധിച്ച് ബസ്സിൻ്റെ കാര്യത്തിലില്ല. പലരും വിചാരിച്ചു വെച്ചെങ്കിൽ എന്തൊക്കെയുണ്ടോ ഒന്നുമില്ല. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഫോട്ടോ എടുത്ത് സാറിന് ദേഷ്യം തോന്നി ഫോട്ടോ എടുത്ത് നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പെറ്റി അടിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ പറ്റത്തില്ല, പെർമിറ്റ് ചെയ്യാൻ പറ്റും, ഒന്നും പറ്റില്ല. ഈവൻ ബസ്സിന് ഫിനാൻസ് ഉണ്ടെങ്കിൽ ആ ഫിനാൻസുകാരൻ്റെ NOC ഉണ്ടെങ്കിൽ വണ്ടിയുടെ പെർമിറ്റ് പോലും പുതുക്കി കൊടുക്കാറുള്ളൂ. ബസ്സിൻ്റെ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെയാണ്. സർക്കാരിൻ്റെ പെർമിറ്റ് പുതുക്കുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ കമ്പനിയുടെ NOC വേണമെന്നുള്ള ഒരു നിയമം നിൽക്കുന്ന നാടാണ് കേരളം. പല വണ്ടികളും റോഡിൻ്റെ വക്കിലോ നിങ്ങളുടെ അയലത്തോ അയ്യത്തോ മരത്തിലോ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ അതിൻ്റെ പെർമിറ്റ് ഇഷ്യൂ ഉണ്ടാവും, അതല്ല എങ്കിൽ ക്ഷേമനിധിയുടെ പ്രശ്നം ഉണ്ടാവും. ഈ 3 തൊഴിലാളികളുടെ ക്ഷേമനിധി ഉടമ അടയ്ക്കണം. അടച്ചില്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ പറ്റത്തില്ല. എന്താ നിയമം എന്ന് ആലോചിച്ച് നോക്കുക. ക്ഷേമനിധി തൊഴിലാളിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അതിനു വേണ്ടിയുള്ളതാണെങ്കിൽ റോഡ് ടാക്സ് വണ്ടി റോഡിലിറക്കാനുള്ളതാണ്. ഇനി വണ്ടി റോഡിലിറക്കാൻ കയറ്റിയിട്ടാലോ അതിനും ഒരു റവന്യൂ റിക്കവറി. ഒരു വണ്ടി എടുത്തു കുറേ നാൾ കഴിഞ്ഞോ ഡിസ്മാൻഡിൽ ചെയ്ത് പോയാൽ പോലും ക്ഷേമനിധി വിഹിതം അടയ്ക്കണം, ക്ഷേമനിധിക്കാരനെ അടയ്ക്കണം. വണ്ടി എന്ത് ചെയ്തു എന്ന് ക്ഷേമനിധിക്കാരെ അടയ്ക്കണം എന്നാണ് പുതിയ ക്ഷേമനിധി ഓഫീസർമാർ പറഞ്ഞിട്ടിരിക്കുന്നത്. എന്താ വിചിത്രമായ നിയമം. പിന്നെ ഞാനിത് പറയാൻ കാരണം, ഈ
നമ്മുടെ പരിവാഹൻ സൈറ്റ് വന്നതിന് ശേഷം ക്ഷേമനിധിയെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആൾക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ ടാക്സ് അടച്ച് പോയാൽ മതിയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഒരു പുതിയ സാധനം വന്നേക്കുന്നു. ഇവരിവിടുന്ന് ക്ഷേമനിധി അടപ്പിക്കാൻ വേണ്ടി നേരെ പരിവാഹൻ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയെ സമീപിക്കുകയും ആ ഏജൻസി വഴി ഇപ്പോൾ ടാക്സ് അടയ്ക്കണമെങ്കിൽ ക്ഷേമനിധി വിഹിതം അടച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന ക്ഷേമനിധിക്ക് തൊഴിലാളി ക്ഷേമനിധി വിഹിതം അടച്ചില്ലെങ്കിൽ പോലും അത് അടയ്ക്കാൻ വേണ്ടി നമുക്ക് റവന്യൂ റിക്കവറി തരുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ബസ് ഉടമകളുടെ സംഘടനകൾ കുറേ ഉണ്ടെങ്കിലും അവർ കുറേ പേർക്ക് നേതൃത്വം നൽകാനല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് യാതൊരു താല്പര്യമില്ല. ഇവരിൽ ആരെങ്കിലുമൊക്കെ ഇതിൽ മെമ്പർഷിപ്പ് ആയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാവും ആരും സംസാരിക്കാത്തത്. അപ്പോൾ വിചിത്രമായ ഒരു നിയമം ആണ് ഇതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. തൊഴിലാളിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അവൻ അടയ്ക്കുന്നില്ല, പക്ഷേ ഉടമ അടച്ചേ പറ്റൂ. എന്നാൽ ഈ അടച്ച പൈസ എപ്പോഴെങ്കിലും ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കില്ല. അതിന് കാരണം പറയുന്നത് സർക്കാരിൻ്റെ വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി താങ്കളുടെ പൈസ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. കഷ്ടപ്പെട്ട് വണ്ടിയെടുത്ത് അതിൻ്റെ ടാക്സ് അടച്ച് ഇൻഷുറൻസ് അടച്ച് എല്ലാം അടച്ച് ഏതെങ്കിലും എവിടെയെങ്കിലും രാവിലെ കിട്ടുന്ന ഒരാളിനെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കൊന്ന് ബീഹാറികളോ ബംഗാളിയോ ഒക്കെ ആയിരിക്കും ബസ്സിൽ കണ്ടാൽ നിങ്ങൾ സംശയിക്കേണ്ട, അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ ഓടാനൊന്നും ആരുമില്ല, ആർക്കും വയ്യ. ഡ്രൈവർമാരെ കിട്ടിയാലും കണ്ടക്ടറെ കിട്ടാറില്ല. 700 രൂപയ്ക്കും 800 രൂപയ്ക്കും 600 രൂപയ്ക്കാണ് ഇവർ ഓടുന്നത്. KSRTCയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ഉണ്ടായപ്പോൾ 620 രൂപയ്ക്ക് വേണ്ടിയാണ് ഒരു പയ്യൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വളയം പിടിക്കുന്നത്. അതിനൊക്കെ വല്ലതും കുറച്ചുകൂടെ കിട്ടും പ്രൈവറ്റ് ബസ്സിൽ. കാരണം ഈ വണ്ടി ഓടാൻ ആൾ വേണ്ടിയിട്ട് അയാൾ കൊടുക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സർക്കാരിൻ്റെ ഈ പിടിച്ചുപറി എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ പിടിച്ചുപറിയില്ല. ഇവരുടെ ആവറേജ് ഒരു കണക്ക് നോക്കാം നമുക്ക്. അവർ തന്ന കണക്കനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൊത്തം അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള തുക എന്ന് പറയുന്നത് ഏകദേശം 3600 കോടി രൂപ ഇവരുടെ കയ്യിലുണ്ട്. എവിടേക്കാണെന്നറിയോ? കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൽ 2000 കോടി രൂപ, ജില്ലാ ട്രഷറികളിൽ ഏകദേശം 1350 കോടി രൂപ, പിന്നെ ഷെഡ്യൂൾഡ് ബാങ്കിലെല്ലാം അവിടെ 83 കോടി രൂപ, നാഷണലൈസ്ഡ് ബാങ്കിൽ ഏകദേശം 53 കോടി രൂപ. ഈ മൊത്തം തൊഴിലാളി കേരളത്തിലെ മൊത്തം തൊഴിലാളികൾ കൂടെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവർ കൊടുത്ത തുക എന്ന് പറയുന്നത് 93 കോടി രൂപയാണ്. പിന്നോ ഇവര് സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൽ കൊടുത്തതിന് മാത്രം 2000 കോടി രൂപയ്ക്ക് 8% പലിശ കിട്ടുന്നുണ്ട്. ഇനി ഇതിലും രസകരമായ സംഭവം, ഇത്രയും പൈസ സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഇങ്ങോട്ട് കൊടുത്തെന്തറിയോ? ഇതിലെ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷയ്ക്ക് ഭാഗമായി പ്രസവാനുകൂല്യം നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ 10 വർഷത്തിൽ 96,000 രൂപ കൊടുത്തു. ഇത്ര കോടിക്കണക്കിന് രൂപ പിടിച്ചു പറിച്ചുണ്ടാക്കിയതിൽ നിന്ന് ഗിഫ്റ്റായി കൊടുത്ത പൈസയാണിത്. ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു സാധനം. നമ്മളാകെ ചെയ്തത് ആ ബസ് എടുത്തു, അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോറിക്ഷ മേടിച്ചു എന്നൊരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓട്ടോറിക്ഷ എടുത്തു എന്നൊരു കുറ്റത്തിനോ അല്ലെങ്കിൽ ബസ് വാങ്ങി എന്നൊരു കുറ്റത്തിനോ ആണ് ഈ പറഞ്ഞ പിടിച്ചുപറിക്കെല്ലാം ഇവർ കൂട്ടു നിൽക്കുന്നത്. രസകരമായ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഈ ബസ്സുകളിലൊക്കെ തന്നെ ഈ സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്യാറുണ്ട്. സ്പീഡ് ഗവർണറിന് എല്ലാ വർഷവും ചെക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് സാർ ഓടിച്ചു നോക്കും. സാറിന് കൃത്യമായി വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗിയർ ഷിഫ്റ്റ് ചെയ്യാനോ ശരിയായ ക്ലച്ച് ചവിട്ടാനോ, ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ഷിഫ്റ്റ് ചെയ്യാനോ, ഏതൊക്കെ ഗിയറിൽ ഏതൊക്കെ സ്പീഡിൽ പോകണോ ഒന്നും അറിയാതെ ചവിട്ടി പിടിച്ച് സാർ 60-ൽ കൊണ്ടുവന്ന് ചവിട്ടി വണ്ടി ഒരു നിരക്കി പിടിച്ചിട്ട് നിർത്തുകയും വേണം, സർട്ടിഫിക്കറ്റും വേണം. ഇത് രണ്ടുകൂടെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല, സാറിനറിയില്ല. അതുപോലാണ് അതിനകത്ത് വെച്ചിരിക്കുന്ന GPS. ഈ GPS സംവിധാനം കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുവാൻ പോലീസിൻ്റെ ഈ RTOയുടെ രേഖകളൊന്നുമില്ല. അഥവാ ഇനി GPS ഉണ്ടെന്ന് അയാൾ ചെക്ക് ചെയ്താൽ പോലും അതിന് സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് എല്ലാ രേഖകളും കാണിച്ച് മുമ്പിൽ പോയി നിന്നാലും വില്ലേജ് ഓഫീസറെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്ന അവസ്ഥയാണ് ഇതൊക്കെ ചോദ്യം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സംഘടനകൾ ഉണ്ടാവേണ്ടത്. സംഘടനകൾ എവിടെയെങ്കിലുമൊക്കെ യോഗം കൂടുകയും അവിടെ നിന്ന് പുട്ട് അടിച്ചിട്ട് പോരാനല്ല, ആഹാരം കഴിച്ചിട്ട് മടങ്ങാനല്ല അവരാർ തയ്യാറാവേണ്ടിയിരുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടാത്ത ക്ഷേമനിധി മുതലാളി അടയ്ക്കണം എന്ന് പറയുന്ന വിചിത്രമായ നിയമമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. പല വിചിത്രതയുണ്ട്. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം. നിങ്ങളൊരു ഓട്ടോറിക്ഷ വാങ്ങുമ്പോഴല്ല, നിങ്ങൾ 2 വീലർ വാങ്ങുമ്പോൾ മുതൽ സർക്കാരിന് കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പൊതുഗതാഗത രംഗത്തേക്ക് സർക്കാർ എന്തുകൊണ്ട് മുമ്പോട്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. KSRTC പ്രൈവറ്റ് ബസ്സോ അല്ല സർക്കാരിൻ്റെ ലക്ഷ്യം. നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങുന്ന ഓരോ കാറുകളും ഓരോ 2 വീലറുകളും അവയ്ക്ക് 15 വർഷത്തെ ടാക്സ് ലഭിക്കാറുണ്ട്. ഈ വണ്ടികളൊക്കെ റോഡിൽ ഓടുമ്പോൾ ഓരോ ലിറ്ററിന് 1 ലിറ്റർ ഡീസലിനും 1 ലിറ്റർ പെട്രോളിനും ഒക്കെ 30-35 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. കൂടാതെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിനെല്ലാം ഇതിന് സെസ് ഏർപ്പെടുത്താൻ സാധിക്കും. ഈ സെസ്സൊക്കെ കറക്റ്റായിട്ട് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷനുകൾ മുടക്കം വരുത്തില്ലായിരുന്നു. അത്രമാത്രം ഡീസലും പെട്രോളും വിറ്റഴിയുന്നുണ്ട്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് നിങ്ങൾ എടുക്കുന്ന വണ്ടി ഒരു കറവ പശു തന്നെയാണ്. എന്നാലും വീണ്ടും എടുത്തു പറയട്ടെ, എൻ്റെ പൊന്ന് സർക്കാരെ, ഈ ജില്ലാ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് വഴി നിങ്ങൾ പിരിച്ചെടുക്കുന്ന പൈസ സത്യം പറഞ്ഞാൽ ഒരു പിടിച്ചുപറി തന്നെയാണ്. പലരുടെയും കണ്ണുനീരാണ് ഇതിനകത്തുള്ളത്. ഈ പണം ഏറ്റവും അവസാനം അത് അടച്ചതിന് ശേഷം തൊഴിലാളി അടയ്ക്കുന്നില്ലെങ്കിൽ ആ അടച്ച പൈസയെങ്കിലും ഉടമയ്ക്ക് കൊടുക്കാനുള്ളൊരു ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മനസ്സോട് കൊണ്ട് അടയ്ക്കും. വണ്ടി വിറ്റുപോയാലും കുഴപ്പമില്ല, അവിടുന്ന് 10-15 വർഷം ആകുമ്പം ഏകദേശം 1.5 ലക്ഷം രൂപ അവിടെ കാണുമല്ലോ എന്നെങ്കിലും വിചാരിച്ചവൻ അടച്ചോളും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ ഈ പിടിച്ചുപറിയുമായിട്ട് സർക്കാർ മുമ്പോട്ട് പോകരുത്. അത് മനുഷ്യത്വരഹിതമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.